സംസ്ഥാനത്ത് പുതിയതായി വാഹനം വാങ്ങുന്നവർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാത്തവരുടെ എണ്ണമാകട്ടെ 7.5 ലക്ഷമായി. പ്രിന്റിങ്ങിനുള്ള കാർഡ് വിതരണം ചെയ്യുന്ന കമ്പനിക്ക് മോട്ടോർ വാഹന വകുപ്പ് പണം നൽകാത്തതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ എഴുതിയതേ ഉള്ളൂ ഈ കാര്യത്തിൽ നമ്മൾ ഇടപെടണമെന്ന്. ഈ സ്റ്റോറി ശ്രദ്ധിച്ചോളൂ. നവംബർ 16-നാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ അച്ചടി നിർത്തിയത്. 23-ന് RC ബുക്ക് പ്രിന്റിംഗും നിർത്തി. 8 കോടിയോളം രൂപ സർക്കാർ കുടിശ്ശിക വരുത്തിയതോടെയാണ് കരാറെടുത്ത സ്വകാര്യ കമ്പനി പ്രിന്റിംഗ് അവസാനിപ്പിച്ചത്. RC കിട്ടാത്തതിനാൽ ടെസ്റ്റ് നടത്തൽ, പെർമിറ്റ് എടുക്കൽ, വാഹന കൈമാറ്റം എന്നിവ നടക്കുന്നില്ല. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങളും പ്രതിസന്ധിയിലായി. ഒരു ദിവസം 30,000-ഓളം പ്രിന്റുകളാണ് ഇറങ്ങേണ്ടത്. അത് 3 മാസമായിട്ട് നിലച്ചിരിക്കുകയാണ്. RC കിട്ടാഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പോരാത്തത് 45 രൂപയാണ് പിന്നെ പോസ്റ്റൽ ഫീസായിട്ട് വരുവാകുന്നത്. 200 രൂപ പ്ലാസ്റ്റിക് കാർഡിന്റെ ഈ പേയ്മെന്റ് വാങ്ങി. 245 രൂപ പിന്നെ ഓരോ ഉടമയോടും. അത് ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം 30,000-ഓളം RC പ്രിന്റുകൾ വരുമ്പം 245 × 30 ആകുമ്പം ഏകദേശം 50 ലക്ഷം രൂപയോളം സർക്കാരിന് ഇതിന് വരുമാനമാണ്. പക്ഷേ സർക്കാർ ഈ സ്വകാര്യ കമ്പനികൾക്കും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനും വളരെ തുച്ഛമായ എമൗണ്ടാണ് കൊടുക്കുന്നത്. 3 കോടിയോളം രൂപ തപാൽ വകുപ്പിനും കുടിശ്ശികയാണ്. ലൈസൻസ്, RC എന്നിവയ്ക്ക് അപേക്ഷിച്ചവർ മുൻകൂറായി 245 രൂപ അടച്ചാണ് കാത്തിരിക്കുന്നത്. 7.5 ലക്ഷത്തോളം ആളുകൾക്ക് ലൈസൻസ് ലഭിക്കാനുണ്ടെന്നാണ് കണക്ക്. 24 മലപ്പുറം.